അതെ, ഈ ജയിലിലെ ഫുഡ്, ജയിലിലെ ഫുഡും ജയിലിലെ ഒരു ദിവസത്തെ ഇതും എന്തൊക്കെയാണ് എന്ന് പറഞ്ഞേ? രാവിലെ 6 മണിയാകുമ്പോ സെല്ല് തുറക്കും. 6 മണിക്കാ? 6 മണിക്ക്. ആ, പിന്നെ എണ്ണ കൊടുക്കല്. എണ്ണ കൊടുക്കൽ എങ്ങനെ? ഇങ്ങനെ എത്ര പേരുണ്ട്, ഒരു മുറിയിൽ എത്ര പേരുണ്ടെന്ന് വെച്ചാൽ അതനുസരിച്ച് അടച്ചെത്ര തന്നെ ഉണ്ടാന്ന് പറയണല്ലോ. പുറത്തിറങ്ങ താക്കോല് അടച്ചുണ്ടോ അവർക്ക് ഒരു സംശയം കൊണ്ടാണല്ലോ നമ്മ രാവിലെ എണ്ണ കൊടുക്കണത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പായ ചുരുട്ടി വെച്ചോളണം, അല്ലെങ്കിൽ പിന്നെ കിടക്കാൻ പാടില്ല. അടുത്ത ട്രിപ്പ് ഒരു വരുമ്പോൾ കിടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാരും പേര് ചൊല്ലി പിന്നെ കാഹളങ്ങളാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ചായ വരും. ചായ കട്ടൻ ചായയാണോ പാൽ ചായയാണോ? പാൽ ചായയാണ്. പാലുണ്ടോന്ന് നമ്മ അതിൽ അന്വേഷണ കമ്മീഷൻ ആക്കേണ്ടി വരും. അങ്ങനെ തരാൻ പാടുള്ളൂന്നാണല്ലോ പ്രതികൾക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഒരു തേരാവാര കുളിപ്പിക്കലാണ്. കുളിക്കാനുള്ള വെള്ളമില്ല, കാക്കനാടല്ലേ, വെള്ളമില്ല. ഉള്ള കാക്ക കുളിക്കണോട്ട് ഉള്ള വെള്ളത്തിൽ മുങ്ങി കുളിച്ചോളണം. തുണി അലക്കണതൊക്കെ പെട്ടെന്ന് കഴിഞ്ഞോളാം. അലക്കിയില്ല, അതിൽ അഴുക്ക് പോയോന്നൊന്നും അവർക്ക് അറിയേണ്ട ആവശ്യമില്ല. എല്ലാരും സ്പീഡായിട്ട് അലക്കിക്കൊള്ളണം. പിന്നെ എല്ലാത്തിനും 8:30 കയറ്റി ഒരു തീറ്റ കൊടുക്കലാണ്. അത് 6 കടലയും 1 കപ്പ് വെള്ളവും. 6 കടലേ? എന്താണ് അത് നമുക്ക് അവര് പറയണത് ഗവൺമെന്റ് പറഞ്ഞേക്കണ എണ്ണ അനുസരിച്ച് കൊടുക്കാവൂ. ഈ ജയിലിൽ കിടക്കുന്ന പ്രതികളെ എപ്പോഴും ആരോഗ്യവാന്മാരായിരിക്കണമെന്നാണ്. കൂടുതൽ കണ്ടമാനം വാരി വലിച്ച് കഴിക്കാൻ പാടില്ല. ആഹാരമൊക്കെ അങ്ങനെയാണ് കൊടുക്കണത്. പുറത്ത് നിൽക്കുന്ന ആൾക്കാരൊക്കെ പറയാറില്ലേ ചിക്കൻ മട്ടൻ എന്നൊക്കെ. ഈ ഡയലോഗ് അടിക്കണവന്മാര് ഒരു പ്രശ്നം, ചെറിയൊരു പ്രശ്നം ഉണ്ടാകും അകത്തോട്ട് പോവാൻ. ഇപ്പൊ പുതിയ BNS ഒക്കെ അനുസരിച്ച് പെട്ടെന്ന് അകത്ത് പോയി കിടന്നിട്ട് ചിക്കനും മട്ടനൊക്കെ ഒന്ന് തിന്നിട്ട് വാ. വെറുതെ പറയണല്ലേ? അതൊക്കെ വെറുതെ. മട്ടനൊക്കെ ഉണ്ട്. മട്ടന് എല്ല് പൊടിച്ചിട്ടില്ലേ, കുതിരക്ക് മുതിര കൊടുക്കണല്ലോ, അതേപോലെ. അപ്പൊ അതാണ് പുറത്തുനിന്ന് ഡയലോഗ് അടിക്കുന്ന ആൾക്കാരൊക്കെ ഒന്ന് അവിടെ വന്ന് കിടന്നിട്ടേ കിടക്കുമ്പോ അറിയാ ചിക്കനും മട്ടനൊക്കെ എങ്ങനെ തന്നെയെന്നുള്ളത്. അപ്പൊ വന്ന് കിടക്ക്. പിന്നെ നമുക്ക് ഒറ്റക്കോ 2 ആൾ ഇങ്ങോട്ട് വരാൻ വേണമെന്നുള്ളൂ. അത് കഴിഞ്ഞാല് ഫുഡ്, അത് കഴിഞ്ഞ പിന്നെ ഉച്ചക്ക് ഈ മാർക്കറ്റിൽ നിന്ന് വേസ്റ്റ് ആയിട്ട് കളയണ സാധനങ്ങളില്ലേ, അതിലിട്ടേണ സാധനങ്ങൾ കണ്ടാലറിയാം നമുക്ക്. പച്ചക്കറി വില ഒന്നും നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. അതിലിട്ടേണ പച്ചക്കറി കണ്ടാലറിയാം മാർക്കറ്റിൽ വിലക്കുറവുള്ളത് എന്തിനൊക്കെയായിരുന്നു. അതാണ് ഭക്ഷണം. പിന്നെ വൈകിട്ട് ചില ദിവസം 2:30 ചായ വരും, ചിലപ്പോ 3 മണിക്ക്, എന്തായാലും 2:45. 3 തികക്കൂല, 2:30 എടുക്കും. ഒരു കടത്താണ് ഇതൊക്കെ. അപ്പൊ 2:30 ആകുമ്പോ ചിലപ്പോ ചായ വരും. 3 മണിക്ക് മുമ്പ് എന്തായാലും വരും.